നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനുമുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് ആനന്ദ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ശ്രീദേവിയെ കുറിച്ചുള്ള ചിന്തകളൊക്കെ ആനന്ദിന്റെ മനസ്സിലേക്ക് വരിക. അപ്പോഴേക്കും ആനന്ദ് ബൈക്ക് ഒരു സൈഡിൽ ഒതുക്കി നിർത്തുക. ദൈവമേ, എന്താ ചെയ്യേണ്ടത്? കാലെ കയ്യെ പിടിച്ച് അവള് പറഞ്ഞ, പക്ഷെ തനിക്ക് തിരികെ പോകാനും പറ്റില്ല. അപ്പോഴേക്കും ആനന്ദിന്റെ കണ്ണൊക്കെ കുടുകൂടാ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും ആനന്ദിന് തോന്നി ശ്രീദേവി തന്റെ തോളത്ത് പിടിക്കുന്ന പോലെ. പെട്ടെന്ന് ആനന്ദ് നോക്കി. വെറും തോന്നല് മാത്രമായിരുന്നു. ഉം. എന്തോ അവൾക്ക് മേലാതെ വന്നിട്ട് താൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിപ്പോന്നു. പക്ഷെ തനിക്ക് അവിടെ നിൽക്കാൻ പോലും തോന്നില്ല. അതും ചിലപ്പോൾ അവളുടെ ഒരു അഭ്യാസമാണെന്ന് അറിയത്തില്ലോ, ആ തലകറക്കം. അത് അവൾ അഭിനയിച്ചാണെങ്കിലോ തന്നെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് തന്നോടും തന്റെ കുടുംബത്തോടും അത്ര വലിയ ചതി ചെയ്ത ആ കുടുംബത്തോട് തനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനൊന്നും പറ്റില്ല. ശ്രീദേവിയോട് തനിക്കിഷ്ടം മാത്രമേ ഉള്ളൂ. പക്ഷെ പഴയതുപോലെ അവളോട് ഇനിയിപ്പോൾ സ്നേഹപ്രകടനങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല. അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ചേർന്ന് തന്നെ ചതിക്കാനായിട്ട് നിന്നവളല്ലേ അവള്. ആ ഒരു ചിന്തയായിരുന്നു ആനന്ദിന്റെ മനസ്സിൽ. പിന്നെ താൻ വീട്ടിൽ ചെന്നിട്ട് എന്തു മറുപടി പറയും? ശ്രീദേവി എന്തെന്ന് ചോദിച്ചാൽ എന്താ പറയണ്ടേ? അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ആനന്ദിന്റെ ടെൻഷനെ. തൽക്കാലത്തേക്കൊന്നും പറയണ്ട. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ മനസ്സ് വേദനിക്കും. എന്തേലും കള്ളത്തരം പറഞ്ഞ് തഴി തപ്പാം എന്ന് ചിന്തയോട് കൂടിയിട്ടാണ് ആനന്ദ് തിരികെ പോകുന്നത്. ആനന്ദ് ശേഷം കമ്പനിയിലേക്കൊന്നും പോയില്ല. ആനന്ദ് നല്ല വിഷമമുണ്ടായിരുന്നു. ഇനി കമ്പനിയിൽ ചെന്നാലും ജോലി ചെയ്യാൻ പറ്റില്ലെന്ന് ആനന്ദിനറിയാം. അതേസമയം ബോധം കെട്ട് കിടക്കുന്ന ശ്രീദേവിയുടെ മുഖത്തേക്ക് കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുന്നുണ്ട് ഉദയഭാനു. അപ്പോഴേക്കും ശ്രീദേവി പതുക്കെ ഇങ്ങനെ കണ്ണു തുറന്ന് ചുറ്റും നോക്കുകയാണ്. ശ്രീ വിളിച്ചു, എന്താടി മോളെ, നിനക്ക് എന്ത് പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടേ പിടിച്ചിരുത്തി. അപ്പോഴേക്കും ശ്രീദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. ആ സമയത്ത് ഉദയഭാനു പറഞ്ഞു, എന്താ മോളെ, എന്താ കാര്യം എന്താ? അപ്പോഴേ സ്ത്രീകളോടും ചിലപ്പോൾ ഒന്നും കഴിച്ച് കാണത്തില്ലായിരിക്കും അല്ലേ? ശ്രീദേവി പറഞ്ഞു, ഞാൻ രാവിലെ മുതലൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. പക്ഷേ മോളെ ഇങ്ങനെ നീ പറയല്ലേ, നീ എന്താ കഴിക്കായിരുന്നേ? മോൾക്ക് ആഹാരം ഞാൻ എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഓടി അടുക്കളയിലേക്ക് പോവാണ് ശ്രീകല. അപ്പോഴേക്ക് ഇടിവെട്ടേറ്റ അവസ്ഥയിൽ ശ്രീദേവി ഇരിക്കുക. അങ്ങനെ വന്നിട്ട് ശ്രീദേവിയോട് പറഞ്ഞു, അതെ മോളെ, എഴുന്നേറ്റ് വാ, വന്ന ആഹാരം എന്തെങ്കിലും കഴിക്കുക. ആഹാരം കഴിക്കാനാ? ഞാനാ? ആഹാരം കഴിക്കുന്ന എന്തിനാ മോളെ? ആരോഗ്യമൊക്കെ നോക്കണ്ടേ? ആരുടെ ആരോഗ്യം? എന്തിനാ ആരോഗ്യം നോക്കുന്നേ? ഇത്ര വലിയ ചതിയ കുടുംബത്തോടെ നമ്മൾ ചെയ്തത്. ആരോഗ്യമൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാനാ? ഈ വീട്ടിൽ തന്നെ നിൽക്കാനല്ലേ? അല്ലെങ്കിൽ ആനന്ദേട്ടൻ എന്നെ ഒരിക്കലും ഇനിയിപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. അത്രയും വലിയൊരു ചതിയാ കുടുംബത്തോട് ചെയ്തിരിക്കുന്നേ. മോളെ, നമ്മൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിന്നെ ഒരു നല്ല കുടുംബത്തിലേക്ക് കെട്ടിച്ചയക്കണമെന്ന് ഞാൻ നിന്റെ അച്ഛനും ഒക്കെ തീരുമാനിച്ചു. അതൊരു തെറ്റായ കാര്യമെന്ന് എനിക്ക് തോന്നില്ല. അമ്മയ്ക്ക് ഇതൊക്കെ പറയാം, പക്ഷെ അമ്മ ഒരു കാര്യം വിചാരിക്കണം. ആ കുടുംബത്തിലുള്ളവരെ പറ്റി അവരൊക്കെ എത്ര നല്ല സ്നേഹമുള്ളവരാണെന്ന് അറിയാവോ? ആനന്ദേട്ടനോട് ഈ സത്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നു കല്യാണത്തിന് മുമ്പ്. ഞാൻ എത്രയോ വട്ടം അമ്മയുടെ കാലെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞ അമ്മ ഞാൻ പറയാന്ന്. പക്ഷെ നിങ്ങളൊന്നും സമ്മതിച്ചില്ല. അങ്ങനെ സമ്മതിക്കുമായിരുന്നെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ? ആനന്ദേട്ടന് എന്നെ ഇഷ്ടമായിരുന്നു. ആനന്ദേട്ടനെ വിവാഹം കഴിക്കുകയും ചെയ്തേനെ. അങ്ങനെയാണ് എനിക്കിപ്പം നാണം കെട്ട് ഈ വീട്ടിൽ വന്ന് നിൽക്കേണ്ട വരത്തില്ലായിരുന്നു. മോളെ, ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ബാലിനോട് സംസാരിക്കാം. അങ്ങോട്ട് ചെല്ല. അപ്പോഴേക്കും ഉദയഭാനു വന്നിട്ട് പറഞ്ഞു, മോളെ, ബാലിന്റെ കാല് പിടിച്ചിട്ടാണ് ശരി, നിന്നെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടേക്കാം. അച്ഛന് ബാലച്ചനെ കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടാ. ചെറിയൊരു കള്ളത്തരം കാണിച്ചാൽ മതി, ബാലച്ചൻ പിന്നെ ആ വീടെടുത്ത് തിരിച്ചു വെക്കും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പറയാതെ എക്സാം എഴുതാൻ പോയെന്ന് പറഞ്ഞുകൊണ്ട് മിത്രോടും ആരിനോടൊക്കെ എന്താ പറഞ്ഞെന്നറിയാവോ? അപ്പോഴൊക്കെ എന്നെ നെഞ്ചി കിടന്ന് പടവട ഇടിപ്പ. ഇപ്പം ഞാനാണെങ്കിലോ വലിയ IT കമ്പനി ജോലിയാന്നും പറഞ്ഞ് ജോലി ചെയ്യുന്നുണ്ടെന്നൊരു ഹോട്ടലില്ല. കൃത്യസമയത്ത് തന്നെ ആനന്ദേണ്ണ അങ്ങോട്ട് ആഹാരം കഴിക്കാൻ വന്നു. ഞാൻ വെയിറ്ററുടെ വേഷത്തിൽ നിൽക്കുന്ന കണ്ടപ്പോൾ ആനന്ദേണ്ണ നെഞ്ചു പൊട്ടി. പോരാത്തേനെ ആനന്ദേണ്ണ കൂട്ടുകാരന് കളിയാക്കോട് ചെയ്ത ആനന്ദേണ്ണെ സഹിക്കാൻ പറ്റുമോ? വലിയ കോടീശ്വരന്മാരാണ്, കൊമ്പത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെയാന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും കാലം കഴിച്ചു കൂട്ടിയത് ഒരു നിമിഷം കൊണ്ടെല്ലാം തകർന്നു പോയില്ലേ? മോളെ, നീ എന്തിനാ അത് സമ്മതിച്ചു കൊടുത്തേ? എന്തേലും കള്ളത്തരം കാണിച്ചു കഴിയുമ്പോൾ പിടിച്ചു നിൽക്കാൻ നോക്കണ്ടേ? അച്ഛാ, എന്റെ വായിൽ നിന്നൊന്നും കേൾക്കരുത് കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ ബാലച്ചനെല്ലാം അറിയും. ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പം അച്ഛൻ അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യം വരത്തില്ല. ബാലച്ചൻ ഇങ്ങോട്ടേക്ക് വന്നോളും. എത്രയും പെട്ടെന്ന് അറിയുവാണെങ്കിൽ അത്രയും ദിവസം അച്ഛന് ജീവിച്ചാൽ മതി. അറിയാലോ, ബാലച്ചന അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛന് ജീവനോടെ ഇരിക്കാൻ പറ്റില്ല. അച്ഛനെ വന്ന് തീർത്ത് കളയത്തുള്ളൂ. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, മോളെ, നീ എന്താ ഇങ്ങനെ? ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ഇവിടുന്ന് പോയാലോ? എങ്ങോട്ട് പോകാനായിട്ട്? എങ്ങോട്ട് പോകാനായിട്ടാ ഉദ്ദേശിച്ചിരിക്കുന്നേ? ആനന്ദേട്ടൻ നീ വീട്ടിൽ ചെല്ലുമ്പോൾ സത്യങ്ങളൊക്കെ എല്ലാവരും അറിയും. ഞാൻ എന്തേന്ന് ചോദിക്കുമ്പോൾ ആനന്ദേട്ടനുള്ള സത്യാവസ്ഥ പറയും. അങ്ങനെ വന്നാൽ പിന്നെ ബാലച്ചനും ആ വീട്ടിലുള്ളവരെല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് പോരും. ഇത്രയും കാലം വലിയൊരു ചതി ഞാൻ ആ കുടുംബത്തോട് കാണിച്ചേ.
മീനാക്ഷിയും ഇത്രയൊക്കെ എന്നെക്കുറിച്ച് എന്ത് കരുതും? എല്ലാവരുടെ മുന്നിൽ ഞാൻ വലിയ ബിൽഡപ്പ് ഇട്ട് നിന്നുകൊണ്ടിരുന്ന ഒരു നിമിഷം കൂടെ താർന്നുപോയി. എല്ലാം നിങ്ങൾ കാരണമാണ്. എനിക്ക് ഭയങ്കര പഠിപ്പുണ്ട്, ഡബിൾ MA എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സത്യം പറഞ്ഞ് കല്യാണം നടത്തിയാൽ പോരായിരുന്നോ? അന്ന് ഞാൻ നിങ്ങളുടെ കാലക്കൈ വീണ് പറഞ്ഞല്ലേ എനിക്ക് ഈ വിവാഹം വേണ്ട. കാരണം നമ്മൾ കള്ളത്തരം കാണിച്ച ഒരു ജീവിതത്തിലേക്ക് ആരുടെയും കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അതേ കാലം അതിന് ആയുസ് ഉണ്ടാകത്തില്ല. അവരെല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ പിന്നെ ജീവിതം തകർന്നു. അതിനേക്കാൾ നല്ല ഏതൊരു കൂലിപ്പണിക്കാരൻ്റെ കൂടെ ആളും മതിയായിരുന്നു. എനിക്ക് സുഖവും സന്തോഷം കിട്ടിയാനും. പക്ഷെ നിങ്ങൾ ചെയ്ത എന്താ? അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു, മോളെ നിന്റെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടല്ലേ സന്തോഷം സുഖം. ഇപ്പൊ സന്തോഷ സുഖമെല്ലാം മാറിയല്ലോ. ഇപ്പൊ സമാധാനമായല്ലോ. ഇനി മോൾ ഇവിടെ കിടന്ന് നരയിക്കുന്ന നിങ്ങൾക്ക് കാണാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ ആനന്ദേട്ടന് എന്നെ കൊണ്ടുപോയില്ലെങ്കിലുണ്ടല്ലോ പിന്നെ ഈ ദേവി ജീവനോടെ ഉണ്ടാകത്തില്ല. ഞാൻ ജീവിതത്തിൽ ഇപ്പോൾ ഒരാളെ മാത്രം സ്നേഹിച്ചിട്ടുള്ളൂ, ആനന്ദേട്ടനെ. ആനന്ദേട്ടനെ എനിക്ക് നഷ്ടപ്പെടുമെന്ന് വന്നാണ്ടല്ലോ വെറുതെ ഇരുന്ന് എൻ്റെ മനസ്സിലേക്ക് പ്രതീക്ഷകൾ കയറ്റി ജീവിതത്തിലേക്ക് പറഞ്ഞു വിട്ടാ. എന്നിട്ടോ നിങ്ങളങ്ങനെ മാറി നിൽക്കാന്ന് വിചാരിക്കണ്ട. എല്ലാത്തിനും നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. അതും പറഞ്ഞ് ശ്രീദേവി അകത്തേക്ക് കയറിപ്പോയി. ശ്രീയുടെ അടുത്ത് ഉദയഭാനു വന്നിട്ട് പറഞ്ഞു, ഇനി നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? നിങ്ങളെല്ലാം എല്ലാം ഒപ്പിച്ചു വെച്ച. ഓ, അവൾക്ക് നല്ല ജീവിതം കിട്ടിയപ്പം അത് അവള് നന്നായിട്ട് വിനിയോഗിക്കാൻ ശ്രമിച്ചില്ല. അവിടുന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റുമായിരുന്നെങ്കിൽ ഇപ്പൊ അതെങ്കിലും കണ്ടേരം. എന്റെ മനുഷ്യ, മോളുടെ ജീവിതം തകർന്നിരിക്കുമ്പോഴാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണേ. അവൾ ഇതെങ്ങാനും കേട്ടാറുണ്ടല്ലോ അതോടുകൂടി തീർന്നു. എടി പിന്നെ ഞാൻ എന്താ പറയണ്ടേ? എങ്ങാനും ആ ബാലൻ അറിഞ്ഞാലോ കുഴപ്പമുള്ളൂ. ബാലൻ അറിയായിരുന്ന പോരെ. ഒരു പക്ഷേങ്കിലും ഇനി ആനന്ദ് പറഞ്ഞില്ലെങ്കിലോ? ദേവി ഇല്ലാതെ അങ്ങോട്ട് ചെല്ലുമ്പോ ആനന്ദിനോട് ചോദിക്കില്ല എല്ലാരും എന്ത് ചെയ്താന്നൊക്കെ. അതേ സമയത്ത് ആനന്ദ് വളരെ വിഷമിച്ചാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗോമതി ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, ഇതെന്താടാ ആനന്ദ്, നിന്റെ മുഖം വല്ലായിരിക്കുന്നത്? നീ കരയോ മറ്റോ ചെയ്തോ? ഇല്ല. നീ എന്താ നേരത്തെ പോന്നേ? വല്ലാത്തൊരു തലവേദന, അതുകൊണ്ടാ. അല്ല, ദേവി വിളിക്കോ മറ്റോ ചെയ്തായിരുന്നോ? ദേവി ഇതുവരെയായിട്ടും എത്തിയില്ലോ. അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല ആനന്ദ്. ആനന്ദുണ്ട് ഒന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. എന്താ മറുപടി പറയേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, ആ കൊച്ചിനാണെങ്കിൽ ഈയിടെയായിട്ട് കുറെ കഷ്ടപ്പാടുകളാ. IT കമ്പനി ജോലി വേണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. IT കമ്പനിയിലേക്ക് ജോലിക്ക് പോയിരിക്കുന്നു. ഇനി ഇങ്ങനെ കഷ്ടപ്പാടാണെങ്കിൽ ആ സ്കൂളിൽ തന്നെ മതി. ഇതെല്ലാം കേട്ടോണ്ട് ആനന്ദം മുറിയിലിരിപ്പുണ്ട്. ദൈവമേ, ഇനിയിപ്പോൾ എന്താ ഇവരോടൊക്കെ മറുപടി പറയണ്ടേ എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും മീനാക്ഷി വന്നിട്ട് പറഞ്ഞു, അതെ ഇനി അധിക ദിവസമൊന്നും ശ്രീദേവി അടുത്ത് IT കമ്പനി ജോലി ഇല്ലാന്നാ പറഞ്ഞേ. അതെന്താ? പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്ന്. അവിടെ അധികം റെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലെന്ന്. പണിയോട് പണി. IT കമ്പനി അല്ലേ, എപ്പോഴും നല്ല ജോലിയായിരിക്കും, ജോലിഭാരം കൂടുതലായിരിക്കും. മിത്ര പറഞ്ഞു, അത് ശരിയാ. എത്രയും വേണം ശ്രീദേവി അടുത്ത് അവിടുത്തെ ജോലിയും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ മതി. ആ സ്കൂളിൽ തന്നെ പോയി ജോയിൻ ചെയ്താൽ മതി. ഇതൊക്കെ കേട്ടോണ്ടിരുന്ന ആനന്ദിന്റെ നെഞ്ചു പൊട്ടുവാണ്. അങ്ങനെ വൈകുന്നേരം കഴിഞ്ഞപ്പോൾ ബാലൻ അങ്ങോട്ടേക്ക് വന്നു. ബാലൻ പിന്നീട് കടയിൽ പോലും പോയില്ല. നെഞ്ചു പെടയുന്ന വേദനയോട് കൂടിയിട്ടാണ് ബാലൻ വീട്ടിലേക്ക് വരുന്നത്. ബാലൻ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ഗോമതിക്ക് അത്ഭുതം തോന്നി. ഇതെന്താ ബാലേട്ടന് നേരത്തെ എത്തിയോ? ഇതെന്ത് പറ്റി ഇന്ന് എല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വന്ന് ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി വന്നിട്ട് പറഞ്ഞു, ഇതുവരെയായിട്ടും ശ്രീദേവി വന്നിട്ടില്ല എന്ന് പറയണേ. വന്നില്ലേ? വന്നിട്ടില്ല. ഓഹോ, അവളിത് എവിടെ പോയിരിക്കുമായിരിക്കും പോലും. ഉള്ള കള്ളത്തരങ്ങളെല്ലാം കാണിച്ചു കൂട്ടിയിട്ട്. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, ഞാൻ അവനോട് ചോദിച്ചാ അവനും വിളിച്ചിട്ടില്ല എന്ന് തോന്നേ, ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ശ്രീദേവി കോൾ എടുത്തില്ല. ഇതെന്താ പറ്റി കോൾ എടുക്കാത്തെ എന്നൊക്കെ പറയാണ്. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പറഞ്ഞു, IT കമ്പനിയിലുള്ള ജോലി അതപ്പോഴേ ഞാൻ വേണ്ടെന്നും പറഞ്ഞതാ. പറയാതെ ഓരോന്നും ചെയ്തിട്ട് ഇപ്പൊ കണ്ടില്ലേ, ഇന്നത്തോടു കൂടി അവളുടെ ജോലി അങ്ങ് നിർത്താണ്ട് പറയും, ഇങ്ങോട്ടേക്ക് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ബാലൻ കിടന്ന് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ബാലന് ദേഷ്യം ശ്രീദേവിയും ഉദയഭാനും എല്ലാവരും കൂടെ ചേർന്ന് ചതിച്ചെന്നൊരു ചിന്തയായിരുന്നു. തോന്നിയാസൊന്നും ഈ വീട്ടിൽ നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇത്തിരി കഴിയുമ്പോൾ ഗോമതി എന്ന് ആനന്ദിനോട് ചോദിച്ചു, അല്ല എന്താണ് മോനെ അവൾ ഇതിനായിട്ട് വരാത്ത എന്താ? അത് പിന്നെ അമ്മേ, അവളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ? അവൾ അവളുടെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയെന്നോ? അതെന്താ പെട്ടെന്ന് ഇങ്ങനെ? അതെന്താന്ന് എനിക്കറിയില്ല. നീ ചോദിക്കാനും പറയാനൊന്നും പോയില്ലേ? അത് പിന്നെ എന്തോ അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഗോമതി അങ്ങോട്ട് വന്ന് ബാലനോട് കാര്യം പറയണം. ബാലൻ പറഞ്ഞു, തോന്നിയാസം പോവാനും വരാനുള്ള സ്ഥലമൊന്നുമല്ല ഇത്. പോകുന്നതിന് മുമ്പ് ഒന്ന് പറഞ്ഞിട്ട് പോരുതോ വീട്ടിലേക്ക് പോകുന്ന? ഇതെന്താ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ ഭയങ്കര ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു, ബാലേട്ടാ ഇതൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. ഇത് വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇങ്ങോട്ടേക്ക് വരട്ടെ, വീടിനകത്തേക്ക് കയറ്റണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കും. അങ്ങനെ തോന്നിയാസം പറയാതെ പോകാനുള്ള സ്ഥലമൊന്നും അല്ലത് എന്നൊക്കെ പറഞ്ഞ് ബാലൻ ദേഷ്യപ്പെടുമ്പോൾ ഗോമതിയൊക്കെ വല്ലാത്തൊരു വിഷമത്തിൽ നിൽക്കുക. അതുപോലെ തന്നെ മീനാക്ഷിയും മിത്രയൊക്കെ അവർക്കറിയത്തില്ലോ സത്യാവസ്ഥകൾ എന്താന്ന്. ശ്രീദേവിക്ക് എന്താ പറ്റിയെന്ന് അറിയത്തില്ല. പക്ഷെ ബാലിന്റെ ഉള്ളിൽ ഒരു നെരിപ്പോട് ഇങ്ങനെ കത്തി അമർന്നുകൊണ്ടിരിക്കുക. തന്നോട് കള്ളത്തരം കാണിച്ചൊരു ചിന്ത, വഞ്ചിച്ചെന്നുള്ള ചിന്ത. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ ബാലിന് എന്ത് പറയും? അത് കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കുമെന്ന് അറിയത്തില്ല. ഗോമതിയുടെ എല്ലാവരുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻ തെറ്റുകാരനാവും. പക്ഷെ ബാലിനത് മറച്ചു വെക്കാൻ പറ്റുമോ എന്ന് അറിയില്ല.
അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.